ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂരിയാട് വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ പാലത്തിൻ്റെ വർക്ക് എത്രത്തോളമായി ഡ്രോൺ വഴിയും അതുപോലെ തന്നെ അടിഭാഗത്തു നിന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ നിൽക്കുന്ന ഭാഗം കുളപ്പുറം കഴിഞ്ഞ് കൂരിയാട് പാടത്ത് കനാലിൻ്റെ 3 ചാലാക്കി വരുന്ന കനാലിൻ്റെ ആ ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയയിലെ വർക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ ആദ്യം പണി കഴിച്ച ആ ഭാഗത്ത് നമ്മൾ നിൽക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് പാലത്തിൻ്റെ പണി, കൂരിയാട് അണ്ടർപാസ് വരെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എല്ലാ വർക്കുകളും, അതായത് ഫൗണ്ടേഷൻ, പില്ലർ, പിയർ ക്യാപ്പ്, ഗർഡർ, അങ്ങനെ ഗർഡർ മുകളിലെ മെയിൻ സ്ലാബ്, വാർപ്പ്, അത് ഏകദേശം പകുതിയിലേറെ ആയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം എന്നുള്ളത് നമുക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ കാണാം. ഇവിടെ അടിഭാഗം ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ഇടുന്നതിന് വേണ്ടി മെറ്റൽ, അതുപോലെ വലിയ കരിങ്കല്ലുകളും മെറ്റൽ എംസാൻ്റെ കൊടുന്ന് തട്ടി അത് കമ്പാക്റ്റിംഗ് എക്സ്കവേറ്റർ ഉപയോഗിച്ച് ലെവൽ ചെയ്തതിന് ശേഷം കമ്പാക്ടർ ഉപയോഗിച്ച് അത് പ്രസ്സിംഗ് വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോറി, ടോറസൽ ലോറിയിൽ നിന്നിപ്പോൾ മെറ്റൽ എംസാൻഡൊക്കെ മിക്സ് ചെയ്ത് ഇവിടെ തട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഇവിടുന്ന് 2 സൈഡിലും ബ്ലോക്ക് പതിച്ച് നമ്മുടെ ഗർഡറിനൊപ്പിച്ച് ആ പിയർ ക്യാപ്പിനൊപ്പിച്ച് ഉയർത്തി നമ്മൾ നിൽക്കുന്ന ഈ ഭാഗവും ടച്ച് ആക്കിയതിന് ശേഷം മണ്ണ് കമ്പാക്റ്റിങ്, അതായത് മണ്ണിടുക, ഓരോ ലെയർ ആ ബ്ലാക്ക് ഷീറ്റൊക്കെ വിരിച്ചതിന് ശേഷം വീണ്ടും പാലത്തിന്, റോഡിന് ബലപ്പെടുത്തുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് വയൽ പ്രദേശമായതുകൊണ്ട് ഇടിഞ്ഞ് വീഴാതിരിക്കാനൊക്കെ ഒരു ബ്ലാക്ക് ഷീറ്റ് വിരിച്ചൊരു ഷെല്ല് മോഡൽ നമ്മൾ മുന്നൊക്കെ ആ വീഡിയോ കാണിച്ചതാണ്. അത് വിരിച്ച് ഓരോ ലെയർ മണ്ണിട്ട് ഉയർത്തി സൈഡ് 2 ഭാഗം ബ്ലോക്ക് ഉയർത്തിക്കൊണ്ട് ഈ പാലത്തിനൊപ്പിച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന വർക്കാണ് ഇവിടെ നടക്കാനുള്ളത്. ഇതിനുള്ള ഈ ബ്ലോക്ക് ഒക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഘട്ടമായി ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവിടുന്ന് ഇതിൻ്റെ ഈ കനാലിൻ്റെ അടുത്ത്, കനാലിന് നമുക്കറിയാം, ഞാൻ പറഞ്ഞതുപോലെ 3 ചാലാക്കിയിട്ടാണ് ഇതിനെ വെള്ളം ഒഴുക്കി വിടുന്നത്, ആദ്യത്തെ തോട്. അപ്പോൾ അതിൻ്റെ കുറുകെ വരുന്ന പാലത്തിന് സ്റ്റീലിൻ്റെ ഗർഡറാണ് ലോഞ്ചിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റീൽ ഗർഡറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് 2 പിയർ ക്യാപ്പിനും, അതായത് നമുക്കിപ്പോൾ കാണാം പില്ലർ, 2 പിയർ ക്യാപ്പിനും അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ എംസാൻഡ് മെറ്റലൊക്കെ തട്ടിയതിന് ശേഷം, ടോറസൽ ലോറിയിൽ എംസാൻഡൊക്കെ തട്ടിയതിന് ശേഷം ഇനി കമ്പാക്റ്റിംഗ് വർക്ക് കേട്ടോ. അപ്പോൾ കമ്പാക്ടർ ഈ ഭാഗത്ത് ഇറക്കാണ്. അങ്ങനെ വീണ്ടും മണ്ണുയർത്തി നല്ല ബലപ്പെടുത്തുന്നതിന് വേണ്ടി, പക്ഷേ അതിന് മുമ്പ് നമുക്ക് അറിയാം റോഡൊക്കെ തകർന്ന് വീണത്. അപ്പോൾ അടിഭാഗത്തിന് എത്രത്തോളം ബലപ്പെടുത്തിയിട്ടാണ്, ടൈറ്റാക്കിയിട്ടാണ് ഇത് ഉയർത്തിക്കൊണ്ടുപോരുന്നത്. അത്രക്കും ടൈറ്റാക്കിയിട്ടാണ് വലിയ വലിയ കരിങ്കല്ലുകളും അതുപോലെ തന്നെ എംസാൻഡ് മെറ്റൽ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഓരോ ലെയർ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഉയർത്തിക്കൊണ്ട്. അപ്പോൾ അതാ കരിങ്കല്ല് ഇറക്കി കൊടുക്കട്ടെ. ടോറസ് ലോറിയിൽ സിമെൻറ്റ്, എംസാൻഡ്, മെറ്റൽ, വലിയ കരിങ്കല്ല് കഷ്ണങ്ങളൊക്കെ മിക്സ് ചെയ്ത് പ്രസ്സിംഗ് വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ഡ്രോൺ വഴി ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ഇപ്പോൾ നടന്ന ഏറ്റവും പുതിയ വർക്കുകളൊക്കെ നമുക്ക് കാണാം. എത്രത്തോളം പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ് അതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോക്കി, മുകളിൽ നിന്ന് നല്ല അടിപൊളിയാട്ടോ, സൂപ്പർ കാഴ്ച. അപ്പുറം കഴിഞ്ഞ് കൂരിയാട് പാടത്ത് ഇവിടം വരെയാണ് ആദ്യം ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്കാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഇവിടെയൊക്കെ ബ്ലോക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് ഈ തുടക്കത്തിൽ 2 ഭാഗം സൈഡ് കെട്ടി ഉയർത്തി വരുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ക്യാമറ സിനാനിരിക്കുന്ന ആ ഭാഗത്തൊക്കെ ബ്ലോക്ക് ഇറക്കി വെച്ചിട്ടുണ്ടോ. അപ്പോൾ ആദ്യത്തെ ആ കോൺക്രീറ്റ് പാറകളൊക്കെ ആയിരുന്നു, ആദ്യം ഇവിടെ കോൺക്രീറ്റിൽ പണി ചെയ്തായിരുന്നു. അതൊക്കെ പൊട്ടിച്ച പാറ കഷ്ണങ്ങളൊക്കെ, കോൺക്രീറ്റ് കഷ്ണങ്ങളൊക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണാം. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഈ ഒരു ഏരിയ. ഇവിടെ നിന്ന് അങ്ങോട്ട് പിയർ ക്യാപ്പ് 2 വർക്കുകൾ കഴിഞ്ഞ് ഇന്ന് കൂരിയാട് അണ്ടർപാസ് വരെ പിയർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞ് ഗർഡർ ലോഞ്ചിങ് ആണ്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ സ്റ്റീൽ ഗർഡറാണ്. ഇവിടെ ഇടത് ഭാഗത്ത് അതിനുള്ള ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് ഗർഡർ മാത്രമാണുള്ളത്. ഇവിടെ ഇനി സ്റ്റീൽ വിരിച്ച് ഇതിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ നടക്കാനുണ്ട്. ഇവിടെയും സ്റ്റീൽ 2 ഭാഗത്തും ഇടതും വലതുമായുള്ള 3 ലൈൻ ഇവിടെ സ്റ്റീൽ ഇത് വിരിച്ചിട്ടുണ്ട്, ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കമ്പിയൊക്കെ സെറ്റ് ചെയ്തതിൻ്റെ കോൺക്രീറ്റ് വർക്കാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ഏകദേശം പകുതിയിലേറെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല സെൻട്രലെ ഡിവൈഡറിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളം കെട്ടി നിർത്തുന്നതിന് വേണ്ടി സിമൻറ്റ് കൊണ്ട് കള്ളി കെട്ടിയ ഭാഗങ്ങളും ഇരുവശത്തും നമുക്ക് കാണാം. അതുപോലെ ഇരുവശത്തുമുള്ള ബാരിയറുള്ള കമ്പികളും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കി കൂരിയാട് അണ്ടർപാസ് വരെ ഏകദേശം 6 വരി പാതയുടെയും മെയിൻ സ്ലാബ് വാർപ്പിട്ട് കഴിഞ്ഞ ആ മനോഹരമായ ഡ്രോൺ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഈ സെൻട്രലൊക്കെ അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടോ. അങ്ങനെ നമ്മൾ കൂരിയാട് അണ്ടർപാസിൻ്റെ ഭാഗത്തെത്തി. ഈ ഒരു ഏരിയയിൽ കുറഞ്ഞ ഭാഗം ഇനി കോൺക്രീറ്റ് ഇടാണ്ട് ഇവിടെ നമുക്ക് കാണാം ആ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതുപോലെ കോൺക്രീറ്റിൻ്റെ ഭാഗം കാണാം. വലത് ഭാഗത്തും ഇനി കോൺക്രീറ്റ് ചെയ്യാണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കൂരിയാട് അണ്ടർപാസാണിത്.
ഇവിടുന്ന് വേങ്ങര, ഇടതുഭാഗം വേങ്ങര റോഡും വലതുഭാഗം പനമ്പുഴ റോഡും. അവിടെ നിന്ന് തിരിച്ചാൽ വീണ്ടും ഒന്നുകൂടി ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് നമ്മുടെ കൂരിയാട് വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ. അപ്പോൾ കൂരിയാട് വയഡക്റ്റ് പാലത്തിൻ്റെ മെയിൻ സ്ലേബ് വാർപ്പ് ഏകദേശം പകുതിയിലേറെ 3/4% വാർപ്പിട്ട് കഴിഞ്ഞു എന്നുള്ള ആ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ മുകളിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാഴ്ച നോക്കി. അതുപോലെ ഇരുവശമുള്ള സർവീസ് റോഡ്, വാഹന ഗതാഗതക്കുരുക്ക് വളരെ കൂടുതലാണ് ഈ ഭാഗത്ത് ഈ പണി നടക്കുന്നത് കൊണ്ട് തന്നെ. കാരണം റോഡ് പണി നടക്കുമ്പോൾ ഈ മെറ്റൽ, എംസാൻഡൊക്കെ ഈ കോൺക്രീറ്റ് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ സർവീസ് റോഡിൽ നിന്നിട്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കോൺക്രീറ്റ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ചില സമയങ്ങളിൽ ബ്ലോക്കാണ്. അപ്പോൾ വൺ സൈഡ് കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ചില സമയങ്ങളിലൊക്കെ ഇവിടെ വാഹന ഗതാഗതക്കുരുക്കൾ ഉണ്ടാവാറുണ്ട്. ഇനി പാലത്തിൻ്റെ പണി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വളരെ സുഖകരമാട്ടോ. അടിഭാഗമൊക്കെ ഫ്രീ ആണ്, വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും അത് കടന്നു പോകാനൊക്കെ വളരെ സുഖകരമായിരിക്കും. കാരണം ആ ഒരു മനോഹരമായ ഒരു വ്യൂ ആണ് വീണ്ടും ഞാൻ ഈ ഒരു ഭാഗത്തുനിന്ന്, അതായത് പനമ്പുഴ ഭാഗത്തുനിന്ന് നമ്മളെ ഫൂബ സോക്കർ അറീന ഫുട്ബോൾ മത്സരം നടക്കുന്ന ഈ ഒരു ഭാഗത്ത് ആ സ്റ്റേഡിയം നോക്കി നിങ്ങൾ, അടിപൊളി കേട്ടോ. സ്റ്റേഡിയത്തിൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ മുന്നേ ഞങ്ങളെ കാണിച്ചിരുന്നു. ഇവിടെ SFA നടത്തുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റാണ്. അപ്പോൾ ആ ടൂർണമെൻറ്റിൻ്റെ ഈ ഇനാഗ്രേഷൻ, അതായത് കാൽനാട്ടിൽ ചടങ്ങിൻ്റെ അന്നത്തെ വീഡിയോ ഒക്കെ ഞങ്ങളെ കാണിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ അന്ന് ഈ ഗാലറിയുടെ തുടക്കം സ്റ്റാർട്ടിങ് സമയമായിരുന്നു. ഇന്ന് ഗാലറിയൊക്കെ കംപ്ലീറ്റ് കെട്ടിക്കഴിഞ്ഞ് ഇരുവശത്തും ഏകദേശം 5-8 സ്റ്റെപ്പ് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ദേശീയപാത NH66 കൂരിയാട് വയഡക്റ്റ് പാലത്തിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ അതും കൂടി ഇതിൽ നിന്ന് കൂട്ടിച്ചേർത്ത് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം. അങ്ങനെ വീണ്ടും നമ്മൾ തുടക്കത്തിലേക്ക്, നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിങ്ങളെ കാണിച്ച ആ ഭാഗത്തേക്ക് വരാം കേട്ടോ. അപ്പോൾ അവിടെ ആ കനാലുണ്ട്, 3 ചാലായിട്ടുള്ളത്, എത്രത്തോളം അതിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ടെന്നൊക്കെ കറക്റ്റ് ഈ ഒരു ഭാഗത്തു നിന്നാകുമ്പോൾ കാണാൻ പറ്റും. മാത്രവുമല്ല നമുക്കറിയാം ഇതിൻ്റെയൊക്കെ മുകൾ ഭാഗത്ത് ഒരു ബോക്സ് ടൈപ്പിൽ 3 കോൺക്രീറ്റ് ഇട്ട് അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച ഒരു ഏരിയയും കൂടി ആയിരുന്നു ആദ്യം. പിന്നീടാണ് നമ്മൾ റോഡ് തകർന്നപ്പോൾ ഈ ഭാഗത്ത് കേടുപാടുകൾ പറ്റിയില്ലെങ്കിലും അതും പൊളിച്ച് മാറ്റി വീണ്ടും അതായത് ഇനി ഈ റോഡിൻ്റെ പണി നടക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട എന്ന നിലയ്ക്ക് തന്നെ സ്റ്റീൽ ഗർഡർ സ്ഥാപിച്ച് 2-3-4 വാള് വെച്ചിട്ട് വാള് സൈഡിൽ ചാലാക്കിയതിന് ശേഷം മതിൽ കെട്ടിയതിന് ശേഷം അവിടെ സ്റ്റീൽ ഗർഡറുകളാണ് സ്ഥാപിച്ചത്. നമുക്കറിയാം മറ്റു ഭാഗങ്ങൾ ഇപ്പോൾ എഡ്രിക്കോടാകട്ടെ മറ്റു ഏരിയയിലൊക്കെ ഈ വയൽ പ്രദേശങ്ങളിലെത്തുമ്പോൾ സ്റ്റീൽ ഗർഡറുകൾ, കനാലുകളുണ്ടെങ്കിൽ സ്റ്റീൽ ഗർഡർ സ്ഥാപിക്കാറുണ്ട്. എന്നതുപോലെ തന്നെ ഈ റെയിൽവേൻ്റെ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോ കാണിച്ചതാണ്. എന്നതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ 3 കനാൽ, 3 വെള്ളം ഒരേ നേരം ഒഴുകി വിടുന്നതിൽ വലിയ വീതിയുള്ള തോടാണ്. അതുകൊണ്ട് തന്നെ കുറുകെ സ്റ്റീൽ ഗർഡറുകൾ സ്ഥാപിച്ച ആ ഒരു കാഴ്ച വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു സൈഡ് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അടിയിൽ ആ കനാൽ കാണാം, അടിഭാഗത്ത് വാഹനങ്ങൾ നിർത്തി കാണാം. അതുപോലെ ഇവിടെ ആ ഒരു ഏരിയയിൽ സ്റ്റീൽ ഷീറ്റ് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇനി അതിൻ്റെ സ്റ്റീൽ ഷീറ്റ് വിരിച്ച് കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കാണ്ട് കുറഞ്ഞൊരു ഭാഗം മാത്രമാണ് ഈ കോൺക്രീറ്റ് ഗർഡർ. കണ്ടില്ലേ, ഈ ഭാഗത്തിന് കോൺക്രീറ്റ് വർക്ക് മെയിൻ സ്ലാബ് വാർപ്പിടാനുള്ളത് കേട്ടോ. ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഇന്ന് കൂരിയാട് നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ വർക്ക് നടക്കണം, ഒരേ നേരം 100-100ഓളം പണിക്കാർ വെച്ച് തന്നെ ഇവിടെ വർക്കുകൾ നടക്കുന്ന ആ കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നും ചുറ്റിക്കറങ്ങി ഫൂബ സോക്കർ അറീന സ്റ്റേഡിയം കാണിച്ചതിന് ശേഷം വീണ്ടും നമ്മളിതിൻ്റെ സെൻട്രൽ ഭാഗത്ത് എത്തിയിട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് ഇടത് ഭാഗത്ത് കൂടെ ഇതിൻ്റെ താഴ്ഭാഗത്തു നിന്ന് ആ ഒരു വ്യൂവും കൂടി നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. എത്രത്തോളമാണ് അടിഭാഗത്ത് സൗകര്യങ്ങളും എത്ര പിയർ ക്യാപ്പിൻ്റെ മുകളിലാണ് ഈ ഗർഡർ നിൽക്കുന്നതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സർവീസ് റോഡ് കാണാം ഇരുവശത്തും. വീണ്ടും ഈ പാടത്ത് നമ്മൾ ആദ്യം റോഡ് തകർന്ന ഭാഗം, ഈ പാടമുണ്ടല്ലോ, ആദ്യമൊക്കെ പാടത്ത് മണ്ണുയർന്ന ഭാഗം, അത് കുറച്ചുകൂടി സ്ഥലം കൂട്ടിയെടുത്ത് വാഹനങ്ങൾക്ക് വളരെ സുഖകരമായി തന്നെ കടന്നു പോകുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത്. എങ്കിലും വാഹന ഗതാഗതക്കുരുക്ക് നല്ല കൂടുതലാണ്. അത്രയും സൗകര്യങ്ങൾ അവർ കൂട്ടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം ആ ഭാഗത്ത് കോൺക്രീറ്റ് വർക്ക് നടക്കുമ്പോൾ വാഹനങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു ഏരിയയിൽ കൂടിയാണ് കടത്തിവിടുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ ഇടയ്ക്ക് സെൻട്രൽ ഭാഗത്ത് കൂടിയൊക്കെ കടന്നു പോകാൻ ഉള്ള സൗകര്യമുണ്ട്. കാരണം വയഡക്റ്റ് പാലമായതുകൊണ്ട് തന്നെ അങ്ങനെയും പരമാവധി ബ്ലോക്കും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് തന്നെ ഇതിൻ്റെ പണികൾ വളരെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിയിൽ നിന്നുള്ള ആ ഒരു വ്യൂ കൂടെ കാണുന്നുണ്ടോ. അടിയിൽ വെൽഡിങ് വർക്കുകളും ഈ ബെയറിംഗ് ഭാഗത്ത് ബാരിയറിൻ്റെ ക്രാഷ് പിയർ ക്യാപ്പിൻ്റെ മുകളിലുള്ള ബെയറിംഗ് സെറ്റ് ചെയ്ത ഭാഗത്തൊക്കെ വെൽഡിംഗ് വർക്കുകളൊക്കെ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും കൂരിയാട് ഏറ്റവും പുതിയൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചത്. കുറച്ച് ദിവസങ്ങളായി നമ്മൾ റോഡിൻ്റെ വീഡിയോകളൊക്കെ കാണിച്ചിട്ട് ഇന്നിപ്പോൾ ഈ ഏരിയയിലെത്തിയപ്പോൾ ഈ
കൂരിയാടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോകളൊക്കെ എന്താ വരാത്തതൊക്കെ ചോദിച്ചിരുന്നപ്പോൾ നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കൂരിയാട് അണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് കൂടി കാണിച്ചതിന് നമുക്ക് ഇന്നത്തെ കൂരിയാട് വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ ആ മനോഹരമായ ആ ഒരു കാഴ്ച ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മുടെ വാഹനം റോഡ് തുറന്നു കൊടുക്കും. കാരണം കൂരിയാട് കുളപ്പുറം ഓവർപാസിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ കഴിഞ്ഞ് ഈ ഒരു ഏരിയയിൽ എത്തി കഴിഞ്ഞിട്ടുണ്ട്. മുന്നേ ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളാണുള്ളത്. ഏകദേശം നമുക്ക് കൂരിയാട് ഈ പാടം 1 കിലോമീറ്റർ 3/4 കിലോമീറ്റർ നീളം ദൂരപരിധിയിലുള്ള വലിയൊരു പാടം തന്നെയാണ് കൂരിയാട് കുളപ്പുറം അണ്ടർപാസ് കുളപ്പുറം ഓവർപാസ് വരെയുള്ള ഈ ഒരു ഏരിയ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വർക്കുകൾ ഇനി ഇവിടെ കംപ്ലീറ്റ് ആകാനുള്ള കുറ്റിപ്പുറം റെയിൽവേൻ്റെ വർക്കുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം കുറ്റിപ്പുറം റെയിൽവേൻ്റെ വർക്കുകൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കൂരിയാട് പാടത്തെ വയഡക്റ്റ് പാലത്തിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്ത് മെയിൻ സ്ലാബ് വാർപ്പിട്ട് കഴിഞ്ഞിരിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഉടനെ തന്നെ ഇതിൻ്റെ മേൽഭാഗം ഇനി കോൺക്രീറ്റ് വർക്കുകളും ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇനിയൊരു ടാറിംഗ് വർക്കുകളും അതുപോലെ കനാലിൻ്റെ ഭാഗത്തുനിന്ന് കൂരിയാട് അണ്ടർപാസ് വരെ ടച്ചായി അതിൻ്റെ ടാറിംഗ് വർക്കുകളും കഴിയുന്നതോടെ വാഹനങ്ങൾ തുരുതുര വാഹനങ്ങൾ കടന്നു പോകുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ ആയിരിക്കും ഇനി നമുക്ക് കാണാൻ പറ്റുക. അത്രയും വേഗത്തിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമുള്ള സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ എല്ലാവർക്കും ബൈ ഇൻഷാ അല്ലാഹ്.